ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം മലേഷ്യയിലെ ഡേ 3 ആണ് കേട്ടോ ഇന്ന്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ എടുക്കാൻ. സാധാരണ ഷോർട്സ് ആയിട്ടല്ല ഇടല്. അപ്പം ഇന്ന് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടുകയാണ്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ജെൻറ്റിങ് ഹൈലൈൻസിലാണ്. അപ്പം അവിടെ നമുക്ക് കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറേ സാധനങ്ങൾ കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. സംഭവം എനിക്ക് നല്ല സൗണ്ട് ചേഞ്ച് ഉള്ളത് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് ഈ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല പനിയൊക്കെ പനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രാവിലെ എനിക്കത് മനസ്സിലായിട്ടില്ല. എനിക്ക് പനി വരാൻ പോകുന്നതിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ കാറൊക്കെ എത്തി. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഒരു വാച്ച് ഫാക്ടറിയിലേക്കാണ് കേട്ടോ. അപ്പം ഞാനിതാ ഹീൽസൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓവർ നടക്കാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. എന്താ വെച്ചാൽ എനിക്ക് തീരെ നടക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ തലേ ദിവസം ഞാൻ അത്രയും ഹീൽസ് ഇട്ടിട്ടാണ് നടന്നത്. അതുകൊണ്ട് എൻ്റെ കാലൊക്കെ എനിക്ക് അന്ന് ഒരു മരവിപ്പ് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പം ഞാനായിരുന്നു അവിടെ കുറേ വാച്ച് കളക്ഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നമുക്ക് വാങ്ങാൻ മാത്രം ഭയങ്കര എല്ലാം ബ്രാൻഡഡ് ആണ്. അപ്പം വാങ്ങാൻ മാത്രം നമുക്ക് ഭയങ്കര ഭംഗി തോന്നുന്ന വാച്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ വാച്ച് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് നമ്മൾ ബാട്ടു കേവ്സിലേക്കാണ്. അതിൻ്റെ ഞാനൊരു ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എന്ന് വെച്ചാൽ ഒരു ടെമ്പിളാണ്. അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു 272 സ്റ്റെപ്സ് ആണ്. ആ ഒരു സ്റ്റെപ്പ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് എന്തായാലും കയറില്ല എന്ന്. എന്താ വെച്ചാൽ അതൊക്കെ കയറാൻ മാത്രം ഇതൊന്നും ആംബിയറൊന്നും എനിക്കില്ല. അങ്ങനെ ഞാൻ ഹീൽസും കൂടി ഇട്ടിട്ടാണ് ഇറങ്ങിയത്. ഞാൻ വെച്ചു ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എന്തായാലും എടുക്കാണ്ടാവും. അപ്പോൾ ഷൂട്ട് ഇറങ്ങിയാൽ റെഡി ആവില്ല. അതുകൊണ്ട് പക്ഷെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. നല്ല രസമാണ്. ആ ഒരു സ്റ്റെപ്പിൻ്റെ കളറും അതുപോലെ ഇങ്ങനെ നമുക്ക് അങ്ങനെ അവിടെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറണം തോന്നുന്നു. മുകളിൽ ടെമ്പിളാണ്. കയറുന്നവർ കുറേ ആൾക്കാർ കയറുന്നുണ്ട്. പക്ഷെ അല്ലാത്തവർ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും അതേപോലെ എന്താ പറയുക കുറേ. പിന്നെ അവിടുത്തെ വെയിൽ എന്ന് വെച്ചാൽ അത്ര വെയിലാട്ടോ. നമ്മളൊരു സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ വെയിൽ കാരണം പുറത്തിറങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ബിക്കോസ് നമ്മൾ ആ സ്ഥലം കാണാൻ പോയതാണല്ലോ. നമ്മളിവിടേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിൽ കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ വെയിലത്താണെന്നുണ്ടെങ്കിലും ഇറങ്ങി. അടുത്ത് നമ്മൾ പോയത് സ്ട്രോബെറി പാർക്കിലാണ് കേട്ടോ. അവിടെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ മഴയാണ്. പെട്ടെന്ന് മഴ പെയ്യും. അത് ഭയങ്കരമായിട്ടുള്ള മഴ പെയ്യും കേട്ടോ. അങ്ങനെ മഴയൊക്കെ പക്ഷേ കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ. അതാണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ പോയത് നമ്മളെ കേബിൾ കാറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലേസിലേക്കായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കയറുമ്പോൾ നമ്മളൊരു മോള് പോലെ തന്നെയാണ്. അതിൻ്റെ മുകളിലാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫോട്ടോ കിട്ടുന്നില്ലേ. അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനിടയിൽ നമ്മൾ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത്. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ ടെക്സസ് ചിക്കനാണ് നമ്മൾ വിയറ്റ്നാമിൽ നിന്നും മലേഷ്യയിൽ നിന്നും നമ്മൾ കൂടുതൽ കഴിച്ച ഒരു ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടത് നമ്മളെ കേബിൾ കാറുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല പനിയൊക്കെ വന്നു കേട്ടോ. എനിക്ക് അറിയില്ല എനിക്ക് എങ്ങനെയാണ് പനിച്ചതെന്നൊന്നും. ഞാൻ പോകുമ്പോഴും പനിയില്ല, ഞാൻ ഇവിടുന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പനിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ എത്തിയപ്പോൾ നല്ല രീതിക്ക് പനിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല തലവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ കേബിൾ കാറിന് അങ്ങോട്ടാണ് പോയത്. അപ്പം നമ്മൾ ഓൾറെഡി ഓൺലൈൻ രജിസ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഹീൽസൊക്കെ മാറ്റി ഷൂ ഇട്ടിട്ടോ. ബിക്കോസ് ഇവിടെ കുറേ നടക്കാനുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പറഞ്ഞ പോലെ തന്നെ കുറേ ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയോ സമയം അവിടെ നിൽക്കണം. ഇങ്ങനെ ഓരോ സ്ഥലം ചെക്ക് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ സ്ഥലത്ത് എത്തിയത്. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മളെല്ലാവരും ബ്ലാക്ക് ഒരു കളർ കോമ്പിനേഷൻ ആക്കിയിട്ടായിരുന്നു ഇട്ടത്. നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്താൻ നേരത്തെ അതിൻ്റെ താഴെ നമ്മൾ നോക്കുമ്പോൾ പാർക്ക് പോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല. അങ്ങനെ നമ്മൾ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറേ റെസ്റ്റോറൻറ്റും പിന്നെ ക്ലബും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയത് ടോപ്പിലേക്കാണ്. ടോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ വ്യൂവും നമ്മൾ ആ പാർക്കിൻ്റെ വ്യൂ ആണ് അവിടെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ അതേ കേബിൾ കാർ തന്നെയാണ് കേട്ടോ വന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് അവരെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ തന്നു.
അത് കഴിഞ്ഞ് അവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം ട്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലായിടത്തും ട്രൈ ചെയ്തിട്ട് എന്നോട് അവിടെ നിന്ന് ചോദിക്കായിരുന്നു വയറ് നിറയ്ക്കുമെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവത്തിൽ കയറിയിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തിട്ടു. അവിടെ കുറേ നമ്മൾ എന്താ പറയുക കുറേ സ്വീറ്റ്സും അങ്ങനെ കുറച്ച് നല്ല ഭംഗിയുള്ള കാണാനൊക്കെ നല്ല നല്ല ഐറ്റംസും കാര്യങ്ങളും ഈ കൊറിയൻ ഫുഡായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് തിരിച്ചു പോയപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്തിട്ടോ. ഒന്നാമത് എനിക്കാണെങ്കിൽ പനിയും കൂടി ആയതുകൊണ്ട് ഞാൻ കാറിൽ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. ലാസ്റ്റ് അപ്പാർട്ട്മെൻറ്റിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, നേരെ ഒരു മോളിലേക്ക് വിട്ടു. അവിടെ ഇതാ പോപ്കോൺ പോലത്തെ ഒരു ഐറ്റം ട്രൈ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഫ്ലേവേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വെറുതെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. എനിക്ക് സംഭവം ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ വാങ്ങിയിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുത്തെ മിനീസോ കയറി. മിനീസോ എന്ന് പറയുന്നത് എനിക്കൊരു ഇതാണ്. അങ്ങനെ അവിടെ കയറി അവിടുന്ന് ഇറങ്ങി കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ആ മോളിലുള്ള തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്. അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അവിടെ ഇല്ലാത്ത ഐറ്റംസ് ഇല്ല. അങ്ങനെ ഇപ്പം ഡ്രസ്സ്, ഫാൻസി, ബാഗ് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു. നല്ല അതും റേറ്റ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് എനിക്ക് തീരെ റേറ്റ് തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുറേ ഡ്രസ്സിൻ്റെ സംഭവങ്ങൾ ഒക്കെ നോക്കി. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇത് പപ്പൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. പപ്പൻ്റെ ഫ്രണ്ടായിരുന്നു നമ്മളെ കുറേ സ്ഥലങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലാത്ത നമ്മൾ ഈ മലേഷ്യയിൽ ഉള്ളോട്ടുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് കൊണ്ട് കാണിച്ചു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ അവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടോ. അവിടെ നമ്മൾ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബുഫേ പോലെ, നമ്മൾ പറയുന്ന പോലെ ലൈക്ക് പ്ലേറ്റ് അവർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ആ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഞാനൊരു സംഭവം കാണുന്നത്. പിന്നെ ഇതാ ഫുഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ വലിയ ലുക്കില്ല എന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറേ മലേഷ്യൻ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ട്വിൻ ടവർ, ഇവിടുന്ന് ട്വിൻ ടവർ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഇതാ നമ്മൾ പപ്പൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഉണ്ട്. പപ്പൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ അങ്കിളുടെ കൂടെ ആയിരുന്നു കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ അങ്കിൾ നമ്മളിതാ ഫ്ലാറ്റിലാക്കി. അങ്ങനെ ഞാൻ ഹാഫ് ഉറക്കത്തിലാണ് കേട്ടോ റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.